ശ്രീ പരമാത്മനേ നമഃ. വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിതം തപന്തം. അനാദിമധ്യാന്തം, ആദിമധ്യാന്തരഹിതനും അനന്തവീര്യം, അളവറ്റ പ്രഭാവങ്ങളോട് കൂടിയവനും, അനന്തബാഹും, അസംഖ്യം കൈകളോട് കൂടിയവനും, ശശിസൂര്യനേത്രം, ചന്ദ്രസൂര്യന്മാരാകുന്ന കണ്ണുകളോട് കൂടിയവനും, സ്വതേജസ ഇതം വിശ്വം, സ്വതേജസ് കൊണ്ട് ഈ വിശ്വത്തെ തപന്തം, തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായി, ത്വാം പശ്യാമി, അങ്ങയെ ഞാൻ കാണുന്നു. തുടക്കമോ നടുവോ ഒടുക്കമോ കാണാനില്ലാത്തവനും, അതിരറ്റ പ്രഭാവത്തോടു കൂടിയവനും, എണ്ണമറ്റ കൈകളോട് കൂടിയവനും, ചന്ദ്രസൂര്യന്മാരാകുന്ന കണ്ണുകളോട് കൂടിയവനും, ജ്വലിക്കുന്ന അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയവനും, ഈ ജഗത്തിനെ തന്റെ തേജസ് കൊണ്ട് തപിപ്പിക്കുന്നവനുമായി വിശ്വരൂപനായ അങ്ങയെ ഞാൻ കാണുന്നു. സത്വഗുണത്തിന്റെ പ്രകാശത്തിലും ദിവ്യത്വത്തിലും രജോ ഗുണത്തിന്റെ കാഠിന്യവും തപിപ്പിക്കലും വിശ്വരൂപത്തിൽ ഇടകലർന്ന് അർജുനന് കാണാറാകുന്നു. ആദിമധ്യാന്തരഹിതമായ ഒരേയൊരു രൂപം പ്രാണശരീരിയായ ദേവൻ അങ്ങനെയല്ലാതെ വരിക സാധ്യമല്ലല്ലോ. ആ ദേവന്റെ അവയവങ്ങളായി എണ്ണമറ്റ കൈകൾ, ലോകത്തുള്ള എല്ലാ കൈകളും ആ ദേവന്റെ കൈകളായി കാണപ്പെട്ടു എന്ന് താല്പര്യം. ദേവന്മാരിൽ പലരും ചതുർബാഹുക്കളും അഷ്ടബാഹുക്കളും ഒക്കെയായി പ്രത്യക്ഷപ്പെടുന്നതിന്റെ രഹസ്യം ഇവിടെ സൂചിതമാക്കുന്നു. ചന്ദ്രനും സൂര്യനും വിശ്വരൂപന്റെ കണ്ണുകളായി കാണപ്പെട്ടു. പ്രാണശരീരത്തിലെ 2 കണ്ണുകളല്ലാതെ ഈ ഗോളങ്ങൾ മറ്റെന്താണ്? അഗ്നി വിശ്വരൂപമുഖമായി കാണപ്പെട്ടു. പ്രാണശരീരത്തിൽ നാക്കുപോലുള്ള ജ്വാലകൾ പുറത്തോട്ട് നീട്ടി സർവ ഭക്ഷകനായി വർത്തിക്കുന്ന അഗ്നി വിശ്വരൂപന്റെ മുഖമല്ലാതെ മറ്റെന്താകാനാണ്? എന്തിനേറെ വിശ്വരൂപന്റെ തേജസ് ലോകത്തെ മുഴുവൻ തപിപ്പിക്കുന്നതായും അർജുനന് തോന്നി. അർജുനന്റെ മനസ്സിലെ രജോ ഗുണത്തിന്റെ വ്യാപകമായ പ്രതിഫലനമാണ് വിശ്വരൂപ തേജസ്സിന്റെ ഈ തപനം. അപ്രമേയമായ പരമാത്മ വൈഭവം അലൗകികമായ അന്തർദൃഷ്ടി കൊണ്ട് കാണുന്ന അർജുനൻ തന്റെ ബുദ്ധിയുടെ ലൗകിക ഭാഷയിൽ അതിനെ വർണ്ണിക്കുന്നത് തുടരുകയാണ്. ആദിമധ്യാന്തരഹിതനായി, അനന്തവീര്യനായി, അനന്തബാഹുവായി ഞാൻ അങ്ങയെ കാണുന്നു. പ്രവർത്തിക്കാനും നേടാനുമുള്ള കാരണമാണ് കയ്യ്. എല്ലാവരുടെ കൈകൾക്കും ശക്തി ലഭിക്കുന്നത് ആത്മചൈതന്യത്തിൽ നിന്ന് ആയതുകൊണ്ട് അനന്തബാഹു എന്ന വിശേഷണം യുക്തം തന്നെയാണ്. പ്രകാശവും കണ്ണും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കണ്ണില്ലെങ്കിൽ പ്രകാശത്തിന് അർത്ഥമില്ല. അതേസമയം വസ്തുക്കൾ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ മാത്രമേ കണ്ണിന് അവയെ കാണാനാവുകയുമുള്ളൂ. പ്രകാശമാകുന്ന ഒരു മാധ്യമത്തിലല്ലാതെ കണ്ണിന് വ്യാപരിക്കാനാവില്ല. സമഷ്ടിയെയാണല്ലോ ഇവിടെ വർണ്ണിക്കുന്നത്. ലോകത്തിലെ എല്ലാവരുടെയും എല്ലാ കണ്ണുകൾക്കും പ്രകാശം ലഭിക്കുന്നത് സൂര്യചന്ദ്രന്മാരിൽ നിന്ന് ആയതുകൊണ്ട് സമഷ്ടി രൂപിയായ വിരാട് പുരുഷന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണെന്ന് പറയുന്നത് യുക്തം തന്നെയാണ്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ് അങ്ങയുടെ വായ. ദീപ്തഹുദാശവക്ത്രം, വാഗിന്ദ്രിയവും രസനേന്ദ്രിയവുമായ നാവിന്റെ ചേതന അഗ്നിയാണ്. ഭക്ഷണം ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സ്വാദ് തോന്നും. വാക്കിന്റെ ശക്തിയും ചൂട് തന്നെയാണ്. രസനേന്ദ്രിയത്തിന്റെയും വാഗിന്ദ്രിയത്തിന്റെയും ആസ്ഥാനമാണ് വക്ത്രം. അഗ്നിയാണ് വിരാട് പുരുഷന്റെ വക്ത്രം എന്ന കൽപ്പനയിലെ ഔചിത്യം ശ്രദ്ധേയമാണ്. ഭഗവാൻ സ്വന്തം തേജസ് കൊണ്ട് വിശ്വത്തെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതേജസ വിശ്വമിതം തപന്തം. സർവ ജീവരാശികളുടെയും അന്തര്യാമിയായി എപ്പോഴും എവിടെയും എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവ് തേജോമയൻ തന്നെയാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതിന് പുറമെ ജഗത്തിൽ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ താപം പ്രദാനം ചെയ്യുന്നതും ആത്മചൈതന്യമാണ്.
ജീവിതത്തിൽ എല്ലാ വശങ്ങളെക്കുറിച്ചും ജ്ഞാനമുള്ളവരായിരുന്നു ഋഷിമാരെന്നും ബാഹ്യലോകത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയ ശേഷമാണ് അവർ അന്തർമണ്ഡലത്തിലേക്ക് തിരിഞ്ഞതെന്നും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ജഗത്തിലെ ജീവന്റെ നിലനിൽപ്പിന് താപനില വഹിക്കുന്ന പങ്ക് അറിയാത്തവരായിരുന്നില്ല പ്രാചീന ഋഷിമാരെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. താപത്തിന്റെ അഭാവത്തിലോ ആധിക്യത്തിലോ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവില്ല. ആത്മാവ് സ്വയം പ്രകാശമാണ്. അതിന് മറ്റൊരു പ്രകാശത്തിന്റെ അപേക്ഷയില്ല. ഈശ്വരൻ സ്വതേജസ് കൊണ്ട് ജീവജാലങ്ങളെ നിലനിർത്തുന്നു. രജോ ഗുണ പ്രതിഫലനത്തിന് ശക്തി കൂടുന്നു. ഉഗ്രമായ വിശ്വരൂപം ലോകത്രയത്തെ പരിഭ്രാന്തമാക്കിയിരിക്കുന്നുവെന്നാണ് അർജുനൻ തുടർന്ന് പ്രസ്താവിക്കുന്നത്. 20-ാമത്തെ ശ്ലോകം. ധ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയ്യൈകേന ദിശശ്ച സർവാഹ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ദ്യാവാ പൃഥിവ്യോഹോ, ആകാശത്തിന്റെയും ഭൂമിയുടെയും, ഇതം അന്തരം, ഇടയ്ക്കുള്ള സ്ഥലം മുഴുവനും, സർവാദിശഹാച്ഛ, മാത്രമല്ല എല്ലാ ദിക്കിലും, ത്വയാ ഏകേന വ്യാപ്ത ഹി, അങ്ങയാൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. അത്ഭുതം ഉഗ്രം, അത്ഭുതകരവും ഭയാവഹവുമായ തവ ഇതം രൂപം ദൃഷ്ട്വ, അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട്, മഹാത്മൻ, ഭഗവാനെ, ലോകത്രയം പ്രവ്യഥിതം, 3 ലോകവും വല്ലാതെ പേടിച്ചരണ്ടിരിക്കുന്നു. സത്വപ്രാണരൂപിയായ അല്ലയോ ഭഗവാൻ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടഭാഗം മുഴുവൻ അങ്ങൊരുവനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി തന്നെ കാണുന്നു. എല്ലാ ദിക്കുകളും അങ്ങയാൽ തന്നെ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. വിശ്വരൂപനായ അങ്ങയുടെ ഭയാനകവും ആശ്ചര്യപൂർണവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകവും പരിഭ്രാന്തമായിരിക്കുന്നു. ജഗത്തിലെ സർവഭൂതങ്ങളിലും ചരങ്ങളായ ജീവരാശികളിലും അചരങ്ങളായ ജഡവസ്തുക്കളിലും പരമാത്മാവ് വ്യാപിച്ചു നിൽക്കുന്നതായി അർജുനൻ കാണുന്നു. മാത്രമല്ല അതില്ലാത്ത സ്ഥലമോ കാലമോ ഇല്ല തന്നെ. പരമ്പൊരുളിനെയാണ് അർജുനൻ ഇപ്പോൾ വിരാട് രൂപിയായി ദർശിക്കുന്നത്. ഭഗവാനെ മേലും കീഴും മാത്രമല്ല ചുറ്റുപാടും ഭഗവാൻ തന്നെ വ്യാപിച്ചിരിക്കുന്നു. അങ്ങ് തന്നെ എല്ലായിടത്തും നിറഞ്ഞു കാണുന്നു. നാനാത്വമെല്ലാം ഏകത്വത്തിലാണെന്ന് കാണാൻ ആർക്കും എളുപ്പത്തിൽ കഴിയില്ല. ഇന്ദ്രിയാതീതമായ ആ അനന്ത ദർശനത്തോട് അടുക്കുംതോറും സാധകൻ അത്ഭുതപ്പെട്ടു പോകും. അപാര സച്ചിത് സുഖസാഗരത്തിന്റെ തീരത്തിരുന്ന് അതിനെ വിസ്മയാവിഷ്ടനായി വീക്ഷിക്കാനല്ലാതെ അതിന്റെ ആഴവും പരപ്പും അളക്കാൻ മനുഷ്യന്റെ കൊച്ചുബുദ്ധിക്ക് ആവില്ല. അത്ഭുതകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് ലോകമാകെ നടുങ്ങുന്നു. സ്വന്തം മാനസിക നിലയ്ക്കനുസരിച്ചായിരിക്കും ഓരോ ആളും ലോകത്തെ കാണുക. മനസ്സാകുന്ന മാധ്യമത്തിലൂടെയാണ് നാം ലോകത്തെ വീക്ഷിക്കുന്നത്. അതിനാൽ നമ്മുടെ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നാം കാണുന്ന ലോകം. വിസ്മയകരമായ വിരാട് രൂപം കണ്ട് പകച്ചുപോയ അർജുനന്റെ മനസ്സ് ഭയാകുലമാണ്. ആ അവസ്ഥയിൽ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും തന്നെ പോലെ തന്നെ ഭയവിഹ്വലരാണെന്ന് അദ്ദേഹത്തിന് തോന്നി. വേദാന്ത ദർശനത്തിലെ ഉന്നതാശയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലും സാധാരണ മനുഷ്യന്റെ മാനസിക നില വ്യാസാചാര്യർ വിസ്മരിച്ചു പോകുന്നില്ലെന്ന കാര്യം അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യബോധത്തിന് നിദർശനമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരിവേഷം ചാർത്തുമ്പോഴാണ് കവിഭാവന ഹൃദയഹാരിയാവുന്നത്. 21-ാമത്തെ ശ്ലോകം. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ചലയോ ഗൃണന്തി സ്വസ്തിത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. അമി സുരസംഘാഃ ഹി, ഈ ദേവസമൂഹങ്ങളാകട്ടെ, ത്വാം വിശന്തി, അങ്ങയെ പ്രാപിക്കുന്നു. കേചിത് ഭീതാഃ, ചിലർ പേടിച്ച്, പ്രാഞ്ജലയഃ ഗൃണന്തി, കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. മഹർഷി സിദ്ധസംഘാഃ, മഹർഷിമാരും സിദ്ധന്മാരും, സ്വസ്തി ഇതി യുക്ത, മംഗളം ഭവിക്കട്ടെ എന്നാശംസിച്ച്, പുഷ്കലാഭിഃ സ്തുതിഭിഃ, ദിവ്യ സ്തോത്രങ്ങൾ കൊണ്ട്, ത്വാം സ്തുവന്തി,
അങ്ങയെ സ്തുതിക്കുന്നു. ഇതാ ഈ ദേവസംഘങ്ങൾ അങ്ങയുടെ ഉള്ളിലേക്ക് കടന്ന് മറയുന്നതായി കാണുന്നു. ചിലർ ഭയം കൊണ്ട് വിറച്ച് കൈകൂപ്പി അങ്ങയെ സ്തുതിക്കുന്നു. മഹർഷിമാരുടെയും സിദ്ധന്മാരുടെയും സംഘങ്ങൾ വിശ്വരൂപനായ അങ്ങയെ സ്വസ്തി ചൊല്ലി അർത്ഥപൂർണങ്ങളും ഭക്തി നിർഭരങ്ങളുമായ സ്തുതികൾ കൊണ്ട് വാഴ്ത്തുന്നു. അത്ഭുതകരവും ഭയാവഹവുമായ വിശ്വരൂപത്തിന്റെ നിശ്ചല ഭാവത്തിലുള്ള ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ അർജുന മുഖത്തു നിന്ന് കേട്ടത്. ഇനി അതിൽ ദൃശ്യമാകുന്ന ചേഷ്ടിതങ്ങളെ വിവരിക്കുന്നു. ഈ സുരസംഘം ഇതാ അങ്ങയുടെ വിശ്വരൂപത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകുന്നു. ഇവിടെ സുരസംഘം എന്നതിന് ദേവാംശ സംഭവന്മാർ, അതായത് ഭീഷ്മാദികൾ എന്നൊക്കെ അർത്ഥം ഇവിടെ ഗ്രഹിക്കാവുന്നതാണ്. ചിലർ ഇങ്ങനെ ഭഗവത് രൂപത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷരായി കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ചിലർ ചകിതരായി തീരുന്നു. ഒരു അത്യാഹിതം നേരിടുന്നത് കൺമുന്നിൽ കാണുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് ഉറപ്പാവുകയും ചെയ്യുമ്പോൾ ഗത്യന്തരമില്ലാതെ മനുഷ്യൻ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാകും ചെയ്യുക എന്ന വസ്തുതയെ കേചിത് ഭീതാ പ്രാഞ്ചലയോ ഗൃണന്തി, ചിലർ ഭീതരായി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു എന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഭഗവത് മഹിമ അറിയുകയും പരമാത്മതത്വം സാക്ഷാത്കരിക്കുകയും ചെയ്ത മഹർഷിമാരും സിദ്ധന്മാരും സ്വസ്ഥചിത്തരും ആനന്ദ തുന്തിലരുമായി എല്ലാവർക്കും മംഗളം നേർന്നുകൊണ്ട്, അതായത് സ്വസ്തി ഇതി ഉക്ത ദിവ്യസ്തോത്രങ്ങൾ ചൊല്ലി വിരാട് രൂപിയായ ഭഗവാനെ സ്തുതിക്കുന്നു. ലോകത്തിൽ സമ്പൂർണവും വിപ്ലവാത്മകവുമായ ഒരു പുനർനിർമ്മാണ പ്രക്രിയ അനിവാര്യമാണെന്ന ഘട്ടം വരുമ്പോഴാണ് സർവേശ്വരൻ ഇങ്ങനെയൊരു ഉഗ്രരൂപം കൈക്കൊള്ളുകയെന്ന് അവർക്കറിയാം. ഈശ്വരന്റെ ഈ സംഹാര താണ്ഡവം തികച്ചും ക്രിയാത്മകമാണ്. അത് ഒരു ഉടച്ചുവാർക്കലാണെന്നും നിലവിലുള്ളത് തച്ചുടയ്ക്കുന്നത് കുറെ കൂടി മികച്ച നിലയിൽ പുതുക്കി പണിയാനാണെന്നും ഈ പ്രക്രിയ മൂലം ഒന്നും നശിക്കുന്നില്ലെന്നും തത്വജ്ഞാനികൾക്കറിയാം. അതുകൊണ്ട് ഒരു സുവർണ യുഗപ്പിറവിക്ക് നാന്ദിയായി ഈ സമാരംഭത്തെ അവർ പുകഴ്ത്തുകയും ലോകത്തിന് ഭാവുകം നേരുകയും ചെയ്യുന്നു. മാനവരാശിയെ മൊത്തത്തിൽ മൂന്നായി തരംതിരിക്കാം: ബദ്ധന്മാർ, മുമുക്ഷുക്കൾ, മുക്തന്മാർ, അല്ലെങ്കിൽ അധമന്മാർ, മധ്യമന്മാർ, ഉത്തമന്മാർ. ഇങ്ങനെ ഈ മൂന്ന് തരത്തിൽപ്പെട്ടവരെയും ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. ബദ്ധന്മാർ അല്ലെങ്കിൽ അധമന്മാർ ജീവിത രഹസ്യം എന്തെന്ന് അറിയാത്തവരാണ്. അങ്ങനെ അറിയാത്ത മൂഢന്മാരെയാണ് അധമന്മാർ എന്ന് പറയുന്നത്. അവർ മൃത്യുവക്രത്തിൽ അറിയാതെ ചെന്ന് പതിക്കുന്നു. തങ്ങൾ മരിക്കുകയാണെന്ന് പോലും അക്കൂട്ടർക്ക് അറിയില്ല. എന്നിട്ട് വേണ്ടേ രക്ഷാമാർഗം തേടാൻ. രണ്ടാമത് പറഞ്ഞവർ മുമുക്ഷുക്കൾ, മധ്യമന്മാർ. ജീവിതാനുഭവങ്ങളെ ബുദ്ധിപൂർവം നിരീക്ഷണം ചെയ്യുന്നവരും അവശ്യം ഭാവിയായ മരണത്തെക്കുറിച്ച് ബോധവന്മാരായതുകൊണ്ട് ഭീതരുമാണ്. സമ്യജ്ഞാനം സിദ്ധിച്ച മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ടവർ മുക്തർ അല്ലെങ്കിൽ ഉത്തമന്മാർ. എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കവുമില്ലാതെ സ്വസ്ഥരായി വർത്തിക്കുന്നു. അവർക്ക് മരണഭയമില്ല. കാരണം മരണം ദേഹധർമ്മമാണെന്നും ആത്മധർമ്മമല്ല എന്നും അവർക്കറിയാം. നീർപ്പോളയുടെ സ്വരൂപം എന്തെന്നറിയുന്നവർ അത് പൊട്ടിത്തകരുമ്പോൾ ദുഃഖിക്കുകയേയില്ല. നാശോന്മുഖമായ ഒരു സംസ്കാരത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കുന്ന സംഹാര താണ്ഡവത്തിനു പിന്നിൽ സർവേശ്വര ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ കഴിവുള്ള തത്വദർശികൾ, അതായത് മഹർഷിമാരും സിദ്ധന്മാരും അത്തരം സന്ദർഭങ്ങളിൽ അസ്വസ്ഥരാവാതെ ഈശ്വരേച്ഛയെ മാനിച്ച് ലോകത്തിന് സ്വസ്തി നേരുകയാണ് ചെയ്യുക. പരിഭ്രാന്തങ്ങളായ പലതരം ദൃശ്യങ്ങളാണ് അർജുനൻ വിശ്വരൂപനിൽ ദർശിക്കുന്നത്. ചിലരിൽ ഭക്തിയോടുകൂടിയ പരിഭ്രമമാണ്. മറ്റു ചിലർ പരിഭ്രമിച്ച് വിശ്വരൂപനിൽ കടന്നു മറയുകയാണ്. മൂന്ന് ലോകവും പ്രവ്യഥിതമാണെന്ന് മുൻ ശ്ലോകത്തിൽ, അതായത് 20ാമത്തെ ശ്ലോകത്തിൽ പ്രസ്താവിച്ചതിന്റെ വിവരണമാണ് ഇതെല്ലാം. സകലരും അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് അർജുനൻ മുന്നിൽ കാണുന്നത്. 22ാമത്തെ ശ്ലോകം: രുദ്രാദിത്യ വസവോ യേ ച സാധ്യാഃ വിശ്വേശ്വിനോ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുര സിദ്ധ സംഘാഃ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ.
രുദ്രാദിത്യാഹ വസവഃ, രുദ്രന്മാർ ആദിത്യന്മാർ വസുക്കൾ. സാധ്യാഹ വിശ്വേ, സാധ്യന്മാർ വിശ്വദേവന്മാർ. അശ്വിനൗ മരുതഃ, അശ്വിനി ദേവന്മാർ മരുത്തുക്കൾ. ഊഷ്മപാഹ പിതൃക്കൾ, ഊഷ്മം പാനം ചെയ്യുന്നവൻ, ചൂട് പാനം ചെയ്യുന്നവനെയാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. ഗന്ധർവ യക്ഷാസുര, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ. സിദ്ധസംഘാഹ, സിദ്ധന്മാർ. ച ഏ, ഇങ്ങനെ ആരൊക്കെയുണ്ടോ, സർവേ ച ഏവ, അവരെല്ലാവരും. വിസ്മിതാഹ, അത്ഭുത പരവശരായി. ത്വം വീക്ഷന്തേ, അങ്ങയെ നോക്കി നിൽക്കുന്നു. രുദ്രന്മാരും ആദിത്യന്മാരും വസുക്കളും, സാധ്യന്മാരും വിശ്വന്മാരും, അശ്വിനി ദേവന്മാരും മരുത്തുക്കളും പിതൃക്കളും, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നിവരുടെ കൂട്ടങ്ങളും എല്ലാവരും തന്നെ അത്ഭുത സ്തബ്ധരായി വിശ്വരൂപനായ അങ്ങയെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. എന്തുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഏത് ദൃഷ്ടിയോടെ നോക്കുന്നു എന്നുള്ളതും കാഴ്ചയിൽ പ്രധാനമായ ഒരു അംശമാണെന്ന് നാം ധരിച്ചുവല്ലോ. സത്യത്തെ സമീപിക്കുന്നവരുടെ കാഴ്ചയുടെ ഒരു ഘട്ടം മാത്രമാണ് വിശ്വരൂപ ദർശനം അഥവാ പ്രാണസാക്ഷാത്കാരം. ഈ ഘട്ടത്തിൽ എത്താതിരിക്കുകയോ ഇത് കടന്നു പോവുകയോ ചെയ്യുന്നയാളിന് ഈ ദർശനങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അർജുനൻ തന്നെ നേരത്തെ ഈ കാഴ്ചയില്ലായിരുന്നു. ഇനി അല്പം കഴിഞ്ഞ് ഈ കാഴ്ച ഇല്ലാതാവുകയും ചെയ്യും. വിശ്വരൂപ ദർശനത്തിൽ തന്നെ കാണുന്നയാളിന്റെ ചിത്തത്തിലെ ഗുണങ്ങളുടെ അനുപാതമനുസരിച്ച് കാഴ്ചയുടെ രൂപഭാവങ്ങൾ ഒട്ടൊക്കെ മാറിയും മറിഞ്ഞും വരാം. ഇങ്ങനെയുള്ള വിവിധാനുഭവ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അറിയാതെ ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ള നിലനിൽപ്പിന്റെ രഹസ്യങ്ങളെ അവിശ്വസിക്കുന്നത് കേവലം മൂഢത മാത്രമായിരിക്കും. എന്തായാലും അർജുനൻ വിശ്വരൂപനിൽ എല്ലാ ദേവവർഗങ്ങളെയും നേരിട്ട് കണ്ടെത്തുന്നു. എല്ലാവരും ഒരുപോലെ വിസ്മയാവിഷ്ടരായി വിശ്വരൂപനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദേവവിഭാഗങ്ങളെ കുറിക്കുന്നവയാണ് ഈ ശ്ലോകത്തിലെ പേരുകളെല്ലാം. 23-ാമത്തെ ശ്ലോകം. രൂപം മഹത്തെ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂതരം ബഹുദംഷ്ട്രകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യതിതാസ്തദാഹം. മഹാബാഹോ, അല്ലയോ ഭഗവൻ, ബഹുവക്ത്രനേത്രം, അസംഖ്യം മുഖങ്ങളും കണ്ണുകളുമുള്ളതും, ബഹുബാഹൂരുപാദം, അസംഖ്യം കൈകളും ഊരുക്കളും പാദങ്ങളുമുള്ളതും, ബഹുദൂരം, അസംഖ്യം വയറുകളുള്ളതും, ബഹുദംഷ്ട്രകരാളം, അസംഖ്യം വീരപ്പല്ലുകൾ കൊണ്ടും ഭയാനകമായി തോന്നുന്നതുമായ തേ മഹത് രൂപം, അങ്ങയുടെ ഈ മഹത്തായ വിശ്വരൂപം, ദൃഷ്ട, കണ്ടിട്ട്, ലോകാഹ, എല്ലാ ലോകരും, തഥാ അഹം, അതുപോലെ ഞാനും, പ്രവ്യഥിതാഹ, അത്യന്തം പരിഭ്രാന്തരായിരിക്കുന്നു. അല്ലയോ ഭഗവൻ, അസംഖ്യം മുഖങ്ങളും കണ്ണുകളുമുള്ളതും, അസംഖ്യം കൈകളും ഊരുക്കളും പാദങ്ങളുമുള്ളതും, അസംഖ്യം വയറുകളുള്ളതും, അസംഖ്യം വീരപ്പല്ലുകൾ കൊണ്ട് ഭയാനകമായി തോന്നുന്നതുമായ അങ്ങയുടെ ഈ മഹത്തായ വിശ്വരൂപം കണ്ടിട്ട് എല്ലാ ലോകരും, അതുപോലെ ഞാനും അത്യന്തം പരിഭ്രാന്തരായിരിക്കുന്നു. ഒട്ടൊക്കെ വിസ്മയവും ദിവ്യതയും പകർന്നുകൊണ്ട് ആരംഭിച്ച വിശ്വരൂപം ക്രമേണ അർജുനന് അത്യന്തം ഭയാനകമായി മാറുകയാണ്. സൃഷ്ടിസ്ഥിതികളെ പോലെ തന്നെ സംഹാരവും വിശ്വരൂപന്റെ സ്വഭാവമാണ്. വീരപ്പല്ലുകൾ കാട്ടി കരാളമൂർത്തിയായി സകല ലോകത്തെയും സംഹരിക്കാൻ ഒരുമ്പെടുന്ന മട്ടാണ് അർജുനന് ക്രമേണ കാണാനിടയായത്. ലോക സംഹാരത്തിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്വം വിശ്വരൂപന് മാത്രമാണെന്ന് ഇതുകൊണ്ട് തെളിയുന്നു. അർജുനനും മറ്റും വെറും ഉപകരണങ്ങൾ. സംഹാരാരംഭത്തിൽ സകലരും പരിഭ്രാന്തരാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. സംഹാര രഹസ്യം അറിയായികയാണ് ഈ പരിഭ്രമത്തിന് കാരണം. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സുപ്തേജസാ വിശ്വമിദം തപന്തം ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയ്യൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തദേവം ലോകത്രയം പ്രവ്യതിതം മഹാത്മൻ
अमीहि त्वां सुरसङ्घा विशन्ति केचित् भीता प्राञ्जलयो गृह्णन्ति स्वस्तीत्युक्त्वा महर्षि सिद्धसङ्घा स्तुवन्ति त्वां स्तुतिभिः पुष्कलाभिः रुद्रादित्या वसवो ये च साध्या विश्वेशिनौ मरुतश्चोष्मवाश्च गन्धर्वयक्षासुरसिद्धसङ्घा वीक्षन्ते त्वां विस्मिताश्चैव सर्वे रूपं महत्ते बहुवक्त्रनेत्रं महाबाहो बहुबाहूरुपादं बहूदरं बहुदंष्ट्रकराळं दृष्ट्वा लोका प्रव्यथितास्तदाहम्